ഹലോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് മദർ പ്ലാന്റ്സ് ഒക്കെ 180യുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. മദർ പ്ലാന്റിന്റെ സ്റ്റാർട്ടിംഗ് സൈസിൽ വരുന്നതാണ് ഈ 180 എന്ന് പറയുന്നത്. ഏകദേശം ഈ കാണുന്ന ഒരു വലുപ്പത്തിലൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഡബിൾ കളറിൽ വിരിയുന്ന റോസാണ് കേട്ടോ. വലിപ്പം വെക്കുന്ന റോസാണ്. അതുപോലെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിച്ചിട്ടുന്ന ഒരു റോസാണ്. അതെന്താണ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനിൽ ഇതുണ്ട്. ഏകദേശം 1.5 ഇയർ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ വളർത്തുന്ന ഒരു റോസും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മെയിൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാർഡനിൽ ഈ പ്ലാന്റ് നിൽക്കുന്നതെല്ലാം മെയിൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഓഫർ വീഡിയോ എന്നുള്ള പോലെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അടിപൊളി റോസാണ് ഇത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അധികം സ്റ്റോക്ക് ഇല്ല. നമുക്കിപ്പോൾ ആ ഒരു സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. 180 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഏകദേശം 2-3 പ്ലാന്റ് നമുക്ക് മദർ പ്ലാന്റ് കഴിഞ്ഞിട്ട് എല്ലാം മദർ പ്ലാന്റ്സ് ആണ്. മദർ പ്ലാന്റിൽ തന്നെ ഇതിൻ്റെ എല്ലാം വലിയ പ്ലാന്റ്സ് ആണ് സെയിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ളത് 180യുടെ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലായിട്ടോ, സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നല്ല രീതിയിൽ വലിയ ചെട്ടി റോസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത്, അതുമല്ല നല്ല വെറൈറ്റി റോസ് വേണമല്ലേ. അപ്പോൾ 180 ആണ് റേറ്റ് വരുന്നത്. 180+ CC ആണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഡച്ച് സിൽവർ ലൈൻ റോസ് ആണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഏകദേശം നമുക്കിങ്ങനെ പടർത്തി വിടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി റോസ് ആണ് കേട്ടോ. ഇത് സ്റ്റിക്കിൻ്റെ സപ്പോർട്ടിൽ നമ്മുടെ ഗാർഡനിൽ ഈ റോസ് വെച്ചതും സ്റ്റിക്കിൻ്റെ സപ്പോർട്ടിലാണ്. എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ പടർന്നു പോകുന്ന രീതിയിലുള്ള ഒരു റോസ് ആണെന്ന്. പക്ഷെ വളർന്നു വന്നപ്പോൾ നമുക്കൊരു സ്റ്റിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ വന്ന പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളി പ്ലാന്റ് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ നമ്മൾ പ്ലാന്റ്സ് സെയിലായി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഏകദേശം നമുക്കൊന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഒത്തിരിയൊന്നുമില്ല. 180ക്ക് കൊടുക്കുവാണ്. 180ക്ക് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ അതും നിങ്ങൾ അംഗീകരിക്കണം കേട്ടോ. കാരണം ഒത്തിരി പ്ലാന്റ്സ് ഇല്ല. അടുത്തത് ഗോൾഡൻ യെല്ലോയുടെ 180യുടെ പ്ലാന്റ്സ് വളരെ കുറച്ച് 2-3 പീസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അത് നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലുണ്ട്. അപ്പോൾ ചെറിയ പ്ലാന്റ് 180യുടെ 2-3 പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും. ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ മാമ്പഴ മഞ്ഞ, മാംഗോ യെല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ മാംഗോ യെല്ലോയുടെ പേരിൽ ഒരു റോസ് അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല മൽഗോവ മാമ്പഴം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കളറുള്ള അടിപൊളി റോസാണ്. അപ്പോൾ നമ്മളിത് സെയിൽ ചെയ്യുന്ന ID ഗോൾഡൻ യെല്ലോ റോസ് എന്നാണ് കേട്ടോ. ഇനി അടുത്തത് ഈ കാണുന്നത് നമ്മുടെ മെമ്മോറിയൽ ഓറഞ്ച് റോസ് ആണ്. മെമ്മോറിയൽ ഓറഞ്ച് റോസിൻ്റെ അടിപൊളി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. 180ക്കാണ് ഈ റോസ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 180+ CC ആണ് കേട്ടോ. നന്നായിട്ട് വേരി ഡെവലപ്പ് ചെയ്തിട്ടുള്ള റോസാണ്. ചെറിയ ചട്ടി റോസ് അല്ല കേട്ടോ. അപ്പോൾ നല്ല പ്ലാന്റ്സ് ആണ്, ഹെൽത്തി പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ പ്ലാന്റ്സ് അയക്കുമ്പോൾ ഒത്തിരി ഫ്ലവറൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ നിന്ന് എപ്പോഴും ഒത്തിരി ഫ്ലവറൊക്കെ ആയിട്ട് പ്ലാന്റ്സ് കിട്ടുന്നവരുണ്ട്. അപ്പോൾ അവരെപ്പോഴും ഈ ഫ്ലവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഫ്ലവർ കട്ട് ചെയ്യാതെ അയക്കാൻ പറ്റില്ല. കാരണം പ്ലാന്റ് മോശമായി പോകും. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് കൈ കിട്ടുക എന്നുള്ളതാണ് എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു അടിപൊളി മെമ്മോറിയൽ റോസിൻ്റെ പിങ്ക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് സെയിലായി. 180യുടെ പ്ലാന്റ് ആണ്. നമുക്കത് ഈ കാണുന്ന ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അടിപൊളി റോസുകളാണ്. ഈ ഒത്തിരി വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും മദർ പ്ലാന്റ്സ് കാണിക്കുമ്പോൾ അത് വാങ്ങാതെ പോകുന്നവരും ഉണ്ട്. അപ്പോൾ അത്രയും വലിപ്പമുള്ള റോസ് വാങ്ങാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഈ 180ക്ക് ഒരു ഓഫർ പോലെ ഇട്ടേക്കുന്നത് കേട്ടോ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് റൂബി ഓറഞ്ച് റോസാണ് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള റോസാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുലകുലയായിട്ടാണ് പൂക്കൾ തരുന്നത്. ഒത്തിരി ദിവസം ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറാണ്. ഈ റോസിനൊക്കെ DAP കൊടുക്കണം കേട്ടോ. DAP കൊടുത്തു കഴിഞ്ഞാലാണ് ഇത്ര അടിപൊളിയായിട്ട് ഫ്ലവർ തരുള്ളൂ. അതുപോലെ തന്നെ ഹാർഡ് പ്രൂണിങ് നന്നായിട്ട് ചെയ്ത് കൊടുക്കേണ്ട റോസാണ് റൂബി ഓറഞ്ചൊക്കെ. അപ്പോൾ അതിൻ്റെ 180യുടെ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക. കാരണം 180ക്കൊക്കെ മദർ പ്ലാന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ആവും. പിന്നെ ഈ മദർ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു കാര്യം കൂടി മൈൻഡിൽ വെച്ചോളാം. നമ്മുടെ റൂട്ട്സ് ഒത്തിരി ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്, അത് മാത്രം ഞാൻ മദർ പ്ലാന്റിൽ നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒത്തിരി വലിപ്പമുള്ള വളർന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഒത്തിരി വലിപ്പമുള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഞാൻ ആഡ് ചെയ്ത് പറയാം. അപ്പോൾ അടിപൊളി ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാവരുടെയും കൈകളിലോട്ട് എത്തിക്കാൻ പറ്റുമെന്നും അറിയില്ല. നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസുകളായിട്ടാണ് ഈ ഓഫർ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം. നല്ലൊരു സെയിൽ വീഡിയോ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രീ ഓർഡർ അതും മദർ പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ്. പ്രീ ഓർഡർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.